എൻ്റെ പേര് ഷഹാബ്. ഞാൻ തൃശ്ശൂർ നിവാസിയാണ്. ഒരു 40 ദിവസം മുന്നേ എൻ്റെ 2 കൈക്കും ഒരു കിഴപ്പും ഒരു തരിപ്പും വന്നിരുന്നു. അത് ഒരു വീട്ടിലത്തെ ഒരു മരം മുറിച്ചതിന് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു സ്ട്രെയിനിൻ്റെ കാരണമാണ് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അലോപ്പതി ഓർത്തോപീഡിക് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഒരു MRI എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് മെയിൻ കാരണം പറഞ്ഞത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ് വന്നിട്ടുണ്ടായിരുന്നത് കൈയുടെ റിസ്റ്റിനായിട്ട്. അപ്പം അവർ സജസ്റ്റ് ചെയ്തത് 2 ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നോക്കിയത്. ഒന്ന് കൈയുടെ സിഗ്നലൊന്ന് ടെസ്റ്റ് ചെയ്തു അവരെ ഭാഗമായിട്ട്. സിഗ്നൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവർ എൻ്റെ കഴുത്തിൻ്റെ MRI എടുത്തു, സ്പോൺലൈറ്റിസിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അവർ റൂൾ ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു കൈയുടെ റിസ്റ്റിൻ്റെ കാർപ്പൽ ടണൽ സിൻഡ്രോം കാരണമാണ് ഈ അസുഖം വന്നിരിക്കുന്നതെന്നാണ്. സർജറിയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ സർജറി എന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഭയം തോന്നി. ഞാൻ ഗൂഗിളിലും ഇതിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് കാർപ്പൽ ടണൽ എന്നുള്ളത്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ഡോക്ടർ അനുമോദിൻ്റെ ആയുർവേദ ക്ലിനിക്കിനെ കുറിച്ചിട്ടൊരു വീഡിയോ കണ്ടു യൂട്യൂബിൽ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് തന്നെ ഇവിടേക്ക് വന്നു. ഡോക്ടർ കണ്ടു, ചോദിച്ചു എന്താണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ്. ഞാൻ MRI റിപ്പോർട്ട് കാണിച്ചു കൊടുത്തു, അവിടുത്തെ സിഗ്നൽ റിപ്പോർട്ട്സ് എല്ലാം കാണിച്ചു കൊടുത്തു ഡോക്ടർക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇതിന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഒരു ലേപം തേക്കുന്നതാണ് അതിൻ്റെ മെയിൻ, പിന്നെ ഒരു കഷായം ഉണ്ടായിരുന്നു. അങ്ങനെ അത് 1 മാസത്തോളം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. 1 മാസം 30 ഡേയ്സ് കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു. അപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ലോവർ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എൻ്റെ ജോലി ബന്ധപ്പെട്ട് ലോങ് അവേഴ്സ് ഇരിക്കുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ലോവർ ബാക്ക് പെയിൻ. അപ്പോൾ അതും ഡോക്ടർ ഇതിൻ്റെ കാർപ്പൽ ടണലിൻ്റെ ക്യൂറായി കഴിഞ്ഞ ശേഷം ഒരു 11 ദിവസം അതിൻ്റെ ഈ കിഴിയും അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. അതും ഒരുമാതിരി പൂർണ്ണമായി ഭേദപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റാണ്, നല്ല ഫെസിലിറ്റീസാണ്. ഡോക്ടേഴ്സ് എല്ലാം വളരെ കോപ്പറേറ്റീവാണ്, സപ്പോർട്ടിംഗ് ആണ്. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്.